ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ആ ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവാണ്. ഇനി ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ നമ്മൾ ഉരസുവാണെങ്കിൽ ഇവിടെ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവും സിൽക്കിന് ലഭിക്കുന്നത് നെഗറ്റീവുമാണ്. അതുപോലെ തന്നെ എബണൈറ്റും കമ്പിളിയും തമ്മിൽ ഉരസുമ്പോൾ എബണൈറ്റിൽ ലഭിക്കുന്ന ചാർജ് നെഗറ്റീവും കമ്പിളിക്ക് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവാണ്. റബ്ബർ തണ്ട് കമ്പിളി എന്നിവ തമ്മിൽ ഉരസുമ്പോൾ റബ്ബർ തണ്ടിന് നെഗറ്റീവും കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജ്. വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ചാർജിങ്. വസ്തുവിനുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പം വസ്തുവിൻ്റെ വൈദ്യുതി അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത് സ്ഥിത വൈദ്യുതിയാണ്. ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം വികർഷണമാണ്. വികർഷിക്കുകയാണെങ്കിൽ അവിടെ ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. ചാർജ് ഒരു അതിശ അളവാണ്, ദിശ ആവശ്യമില്ലാത്ത അളവാണ് ചാർജ്. അത് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. സ്ഥിര വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. സ്ഥിര വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഇലക്ട്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നു. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഡിസ്ചാർജ്. വസ്തുവിനെ ചാർജ് ഉള്ളതാക്കി മാറ്റുന്നത് ചാർജിങ്, അതുപോലെ ചാർജ് നിർവീര്യമാക്കുന്നത് ഡിസ്ചാർജ്. വസ്തുവിനെ ലോഹജാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എർത്തിങ് എന്നാണ്. എർത്തിങ് എന്നാണ് വസ്തുവിനെ ലോഹജാലകം ഉപയോഗിച്ച് ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുന്നതിന്. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമി അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോൺ ബാങ്ക്. സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങിൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വസ്തു അടുപ്പിച്ചടുപ്പിച്ച് വയ്ക്കുക. അങ്ങനെ സമ്പർക്കം വഴി ലഭിക്കുന്ന ചാർജിൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജാണ് ലഭിക്കുന്നത്. ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണം അറിയപ്പെടുന്നതാണ് സ്ഥിത വൈദ്യുത പ്രേരണം. അപ്പോൾ ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ ചാർജ് നടക്കുമല്ലോ. അപ്പോൾ ആ ചാർജിങ്ങിൻ്റെ പുനഃക്രമീകരണമാണ് സ്ഥിത വൈദ്യുത പ്രേരണം എന്നറിയപ്പെടുന്നത്. ചാർജുകളുടെ പുനഃക്രമീകരണം ആണ് സ്ഥിതവൈദ്യുത പ്രേരണം. ഒരു ഇലക്ട്രോസ്കോപ്പ് എന്താണ്? വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കുന്ന രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. അപ്പോൾ ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. അതിനെ ഈ പ്രേരണം വഴി ഏറെ നേരം, അതായത് ചാർജുകളുടെ പുനഃക്രമീകരണമാണ് പ്രേരണം, ആ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്ത രീതിയിൽ ചാർജ് ചെയ്താൽ, കുറേ നേരം നിലനിൽക്കുന്ന രീതിയിൽ ചാർജ് ചെയ്താൽ ആ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ അതിന് നേരെ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും എന്ന് ലഭിക്കുന്നത്, അതിൽ ഉണ്ടാകുന്നത്. വൈദ്യുത ചാർജിനെ സംഭരിച്ച് വയ്ക്കാൻ കഴിയുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിലാണ് വൈദ്യുത ചാർജ് സംഭരിച്ച് വയ്ക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത് ഡൈ ഇലക്ട്രിക് ആണ്. ഡൈ ഇലക്ട്രിക് എന്താണ്? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകളാണ് ഡൈ ഇലക്ട്രിക് എന്നറിയപ്പെടുന്നത്. ഡൈ ഇലക്ട്രിക്കൾക്ക് ഉദാഹരണമാണ് വായു, പേപ്പർ, പോളിസ്റ്റർ. അപ്പം ഡൈ ഇലക്ട്രിക്കൾക്ക് ഉദാഹരണം വായു, പേപ്പർ, പോളിസ്റ്റർ, പേപ്പർ, വായു. ഇവയാണ് ഡൈ ഇലക്ട്രിക്കൾക്ക് ഉദാഹരണം. വായു, പേപ്പർ, പോളിസ്റ്റർ. ഡൈ ഇലക്ട്രിക്കൾക്ക് ഉദാഹരണമാണ് വായു, പേപ്പർ, പോളിസ്റ്റർ. ചാർജ് സംഭരിക്കാനുള്ള ശേഷി കപ്പാസിറ്റൻസ്. ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. ചാർജ് സംഭരിക്കാനുള്ള ശേഷി കപ്പാസിറ്റർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാർജ് സംഭരിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന ഇൻസുലേറ്ററുകളാണ് ഡൈലക്ട്രിക് എന്നറിയപ്പെടുന്നത്. വായു, പേപ്പർ, പോളിസ്റ്റർ ഇതൊക്കെ ഡൈലക്ട്രിക്കൾക്ക് ഉദാഹരണമാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ചാർജ് സംഭരിക്കുന്ന കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റും ഫാരഡാണ്. വൈദ്യുത ചാർജിൻ്റെ കൂളം സംഭരിക്കാനുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. ചാർജ് എപ്പോഴും ഉപരിതലത്തിൽ മാത്രമായിരിക്കും. അതുപോലെ തന്നെ കൂർത്ത അഗ്രങ്ങളിലാണെങ്കിൽ ചാർജ് കൂടുതലായിരിക്കും.